നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം. ടുഡേ 571st ഡേ, പ്രഥമസ്കന്ധം, 3rd chapter, 8th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 571 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. ധ്യാന ശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതേ വ്യാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. തൃതീയം ഋഷി സർഗം ച ദേവർഷിത്വമുപേത്യ സാ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാ. തൃതീയം ഋഷി സർഗം ച ദേവർഷിത്വമുപേത്യ സാ തന്ത്രം സ്വാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാ. ഓം തത്സത്. പദപിരിവ്. തൃതീയം ഋഷിസർഗം ച ദേവർഷിത്വം ഉപേത്യ സ തന്ത്രം സാത്വതം ആചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. തൃതീയം എന്ന് പറഞ്ഞാൽ 3ാമതായിട്ട് ഋഷിസർഗം, ഋഷി വർഗത്തെ, ഋഷി കൂട്ടങ്ങളെയും, ദേവർഷിത്വം, അതിൽ ദേവർഷി ഭാവത്തെയും ഉപേത്യ പ്രാപിച്ചിട്ട്, സ അവൻ, സാത്വതതന്ത്രം വൈഷ്ണവതന്ത്രത്തെ ആചഷ്ട പറഞ്ഞു, യതഃ യാതൊന്നിൽ നിന്ന്, കർമ്മണാം കർമ്മങ്ങൾക്ക് നൈഷ്കർമ്മ്യം ബന്ധ ഇല്ലാത്ത ആ സ്ഥിതി അറിയുന്നു. അതായത് 3ാമതായിട്ട് ഭഗവാൻ ഋഷിസർഗത്തെ ആരംഭിച്ചു. അതിൽ ദേവർഷിയായ നാരദനായിട്ട് ഭഗവാൻ തന്നെ അവതരിച്ച് വൈഷ്ണവതന്ത്രം, നാരദ പഞ്ചരാത്രം എന്ന് പ്രസിദ്ധമായ ആ വൈഷ്ണവതന്ത്രത്തെ അദ്ദേഹം ഉറപ്പിച്ചു. അതിൽ നിന്നും കർമ്മങ്ങൾക്ക് സുഖദുരൂപങ്ങളായിട്ടുള്ള ഫലങ്ങളെയും പുനർജന്മത്തെയും നൽകുവാനുള്ള ശക്തിയെ നശിപ്പിക്കേണ്ടത് ഇന്ന തരത്തിലാണ് എന്ന് അറിയാൻ പറ്റുന്ന ആ തന്ത്രത്തെ ഭഗവാൻ രൂപീകരിച്ച്, കർമ്മങ്ങൾ തന്നെ കർമ്മങ്ങൾക്ക് നിർമൂലമായി, അതായത് കർമ്മങ്ങൾ തന്നെ കർമ്മങ്ങളെ ഇല്ലാതാക്കുന്ന ആ വിധത്തെ ആ തന്ത്രമാർഗത്തിലേക്കൂടി ഉറപ്പിച്ചു. കർമ്മങ്ങൾ കൊണ്ട് തന്നെ കർമ്മങ്ങളുടെ ബന്ധനങ്ങൾ ഇല്ലാതാക്കാം, കർമ്മങ്ങളെ നിർമൂലനം ചെയ്യാം. പൂർവജന്മ കൃതം കൊണ്ട് നമുക്കുണ്ടാകുന്ന ആ കർമ്മങ്ങൾ തന്നെ നമ്മുടെ കർമ്മങ്ങളെ നിർമൂലനം ചെയ്യുവാൻ ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള ആ തന്ത്രം ഭഗവാൻ രൂപീകരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. അതായത് 3ാമതായിട്ട് ഭഗവാൻ ഓരോ അവതാരങ്ങളെക്കുറിച്ചും പറഞ്ഞു തരണം എന്ന് ആ ശൗനകാദികൾ അപേക്ഷിച്ച പ്രകാരം സൂതൻ ഈ അധ്യായത്തിൽ 3ാമത്തെ ചോദ്യമായ അവതാരങ്ങളെക്കുറിച്ചുള്ള കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ അവതാരത്തിന് 3ാമതായിട്ട് അവതരിച്ച ഭഗവാന്റെ ആ ഋഷിസർഗ രൂപമായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറയുകയാണ്. ആദ്യത്തിൽ പ്രജാപതിയായിട്ടും, 2ാമത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പ്രകാരം വരാഹമായിട്ടും, ഇപ്പോൾ ഋഷിസർഗങ്ങളായിട്ടും അതിൽ ദേവർഷിയായിട്ട് അവതരിച്ച് ആ തന്ത്രങ്ങൾ പറഞ്ഞു തന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി.
തൃതീയം ഋഷിസർഗം ച ദേവർഷിത്വം ഉപേത്യ സാ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.